എല്ലാം ശരിയല്ലേ? എടോ, എവിടെ നോക്കിയാലും ഓപ്ഷൻസോട് ഓപ്ഷൻസ്. പുതിയ ഫോൺ വാങ്ങാൻ പോയതാ. കടക്കാരൻ ഒരുപാട് ഫോണുകൾ കാണിച്ച് കൺഫ്യൂസ് ചെയ്തു. രാഹുലിന്റെ കൂടെ ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നതാ. അവനും ഒരുപാട് റെസ്റ്റോറന്റുകളുടെ ഓപ്ഷൻസ് നൽകി കൺഫ്യൂസ് ചെയ്തു. പോരാത്തതിന് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആലോചിച്ചപ്പോൾ അവിടെയും മൾട്ടിപ്പിൾ കമ്പനീസ് ആണ്. കൺഫ്യൂഷനോട് കൺഫ്യൂഷനാണ്. കൺഫ്യൂഷന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ICICI Prudential ഫോക്കസ്ഡ് എക്വിറ്റി ഫണ്ടിൽ. ഈ സ്കീം എന്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? എടോ, ഇതൊരു എക്വിറ്റി ഫണ്ടാണ്. ഇത് ചില സിലക്ടഡ് കമ്പനീസ് തിരഞ്ഞെടുത്ത് അവയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സാധാരണയായി ധാരാളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ICICI Prudential ഫോക്കസ്ഡ് എക്വിറ്റി ഫണ്ട് നിക്ഷേപിക്കുന്നത് 30 കമ്പനികളുടെ പോർട്ട്ഫോളിയോയിലാണ്. അതും മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ സെക്ടറിന്റെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ. ഇപ്പോൾ ഈ ഫോക്കസ്ഡ് അപ്രോച്ച് കാരണം ഫണ്ട് മാനേജർ ഓരോ കമ്പനിയെയും വിശകലനം ചെയ്ത് വളരെയധികം ഗവേഷണങ്ങൾക്ക് ശേഷമാണ് സെലക്ട് ചെയ്യുന്നത്. അതിന്റെ പ്രയോജനം നമ്മൾ നിക്ഷേപകർക്ക് ലഭിക്കുന്നു. പക്ഷെ അവർ ഈ 30 കമ്പനികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇനി പറയുന്ന പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കിയാണ് കമ്പനികളെ സെലക്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ മാർക്കറ്റ് ലീഡർ, ശക്തമായ ബാലൻസ് ഷീറ്റ്, ലോ കോസ്റ്റ് പ്രൊഡ്യൂസർ, ഉയർന്ന വരുമാന സാധ്യത, ന്യായമായ മൂല്യനിർണ്ണയം. എടോ, താൻ എന്റെ പ്രോബ്ലം സോൾവ് ചെയ്തു. കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു കടക്കൂ. ICICI Prudential ഫോക്കസ്ഡ് എക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഇത്തരം കൂടുതൽ കോണ്ടന്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.